നമസ്കാരം. ഒരു വലിയ ദൂരം ഇനി സഞ്ചരിക്കുവാനുണ്ട്. ഇതൊരു വലിയ നോമ്പാണല്ലോ. ദീർഘയാത്രകൾക്ക് പോകുമ്പോൾ പൊതിച്ചോറ് കെട്ടിത്തരാറുണ്ടായിരുന്നല്ലോ നമുക്ക്. നോമ്പിൻ്റെ 1-ാം ദിവസം സഭയാകുന്ന അമ്മ ഒരു വഴിച്ചോറ് തന്നാണ് വിടുന്നത്. ശുബുക്കോനോ അഥവാ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിലാണ് അത് പാകപ്പെടുത്തുന്നത്. ആ പാഥയെ നിറയെ സ്നേഹമാണ്. ക്ഷമയും കരുണയും പരസ്പര ബഹുമാനവും എളിമയും വിശ്വസ്തതയും തുടങ്ങി എത്രയധികം കറിക്കൂട്ടുകൾ അതിലുണ്ടെന്നോ. ഈ യാത്രക്കിടയിൽ പലതരം ആളുകളെ നാം കണ്ടുമുട്ടാനിടയുണ്ട്. നമ്മുടെ കൈവശമുള്ള ഈ പാഥേയത്തിൽ നിന്നും ഒന്നും കൈമോശം വരാതെ നോക്കണം. പണ്ടൊരു നമ്പൂതിരി വഴി നടന്ന കഥയുണ്ട്. തൻ്റെ എതിരെ വന്ന മദ്യപനായ മനുഷ്യൻ അദ്ദേഹത്തെ അസഭ്യം പറഞ്ഞു. ശവന്തീനി, മൂത്രം കുടിയ എന്നൊക്കെ വിളിച്ചു. നമ്പൂതിരി പ്രതികരിച്ചു, നീ പോ പപ്പടം തീനി, പഴം തീനി, പായസം കുടിയ എന്നൊക്കെ. ഈ ബഹളമെല്ലാം ഒടുങ്ങിയപ്പോൾ കണ്ടുനിന്ന മറ്റൊരാൾ ചോദിച്ചു, നമ്പൂതിരി, അയാൾ എന്തെല്ലാം ദുഷിച്ച വാക്കുകളാണ് അങ്ങയോട് പറഞ്ഞത്? അങ്ങാകട്ടെ എന്തൊക്കെയാണ് മറുപടിയായി പറഞ്ഞത്? നമ്പൂതിരിയുടെ ഉത്തരം പെട്ടെന്നായിരുന്നു. അയാൾ കഴിക്കുന്നതൊക്കെ അയാളും, നോം കഴിക്കുന്നതൊക്കെ നോമും പറഞ്ഞു. പ്രിയ സുഹൃത്തെ, നോമ്പ് കാലത്ത് നാം കഴിയേണ്ടതും കഴിക്കേണ്ടതും എന്താണ് എന്ന് ഈ പാഥയം നമ്മെ ഓർമ്മപ്പെടുത്തും. സഭാ അമ്മ നൽകുന്ന ഈ വഴിയാഹാരത്തിലെ അനുരഞ്ജനത്തിൻ്റെ കൂട്ടുകളൊന്നും നഷ്ടപ്പെടുത്തരുത്. തമ്പുരാൻ്റെ വാക്കുകൾ ഇങ്ങനെയാണല്ലോ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ആത്മാവിൻ്റെ ജാഗരണത്തോടും നിർമ്മലതയോടും ശരീരവെടുപ്പോടും വിശുദ്ധിയോടും രാപ്പകൽ അവൻ്റെ തിരുമുമ്പാകെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് സുഹൃത നടപടികളാകുന്ന വഴി ആഹാരങ്ങളോടെ നമുക്ക് മുന്നേറാം. നമസ്കാരം.